ഓക്കെ, നമ്മൾ ഇന്ന് മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ പ്രോബ്ലംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് എന്താണ് കൺസെപ്റ്റ്, എന്താണ് അലിഗേഷൻ ടെക്നിക്, എന്താ നമുക്ക് ആദ്യം നോക്കാം. അതിലൊരു ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. So question, if the average weight of a class is 15 kilogram and the average weight of another class is 30 kilogram, then find the average, uh, then find the ratio of the students of the first class to the another class students when the average weight of both the classes is 25 kilogram. ഫസ്റ്റ് ഇതിപ്പോ നമുക്ക് അലിഗേഷൻ അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമേ ഞാൻ ഇതിന്റെ നോർമൽ മെത്തേഡ് പറഞ്ഞുതരാം. പിന്നീട് നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഒരു ക്ലാസ്സിൽ ആവറേജ് 15. ആവറേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പൊ ഇവിടെ ആവറേജ് വെയിറ്റ് ആയതുകൊണ്ട് ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ 15 കിലോഗ്രാം ആണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ വെയിറ്റ് എങ്ങനെ എഴുതാം? 15 ഗുണം എത്ര കുട്ടികളാണ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യത്തെ ക്ലാസ്സിൽ എക്സ് നമ്പർ ഓഫ് കുട്ടികളുണ്ടെന്ന് കരുതുക. അപ്പൊ 15 എക്സ് ആയിരിക്കും ടോട്ടൽ വെയിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ 30. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് പീപ്പിൾസ്, അതായത് കുട്ടികൾ എത്ര എന്ന് അറിയത്തില്ല, അവിടെ ഞാൻ വൈ എന്ന് എടുക്കുന്നു. അപ്പൊ 30 വൈ. ഇതാണ് രണ്ട് ക്ലാസ്സിലെയും കൂടെ ടോട്ടൽ വെയിറ്റ്. ഇനി ഇത് ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പൊ 25 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിരിക്കും ടോട്ടല് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ആ ടോട്ടൽ വെയിറ്റിനെ ഇങ്ങനെയും എഴുതാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് ഇവിടെ എത്ര? ഇപ്പൊ 25 എക്സ് പ്ലസ് 25 വൈ എന്നാവും. അപ്പോ ഈ 15 എക്സ് അപ്പുറം കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താവും? എന്നിട്ട് നമുക്ക് ഈ 25 വൈ ഇപ്പുറവും കൊണ്ടുവരും. അപ്പൊ 30 വൈ മൈനസ് 25 വൈ ഇസ് ഈക്വൽ ടു 25 എക്സ് പ്ലസ് മൈനസ് 15 എക്സ്. 30 വൈ 25 വൈ കുറച്ചാൽ 5 വൈ ഇസ് ഈക്വൽ ടു ഇവിടെ 10 എക്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് റേഷ്യോ അല്ലേ, അതായത് എക്സ് ബൈ വൈ എന്നുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈ വൈ ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ ഈ 10 ഇവിടെ ഗുണിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ വരും. അപ്പൊ 5/10 എന്നാണ്. 5/10 എത്രയാണ്? 1/2. അപ്പൊ ആൻസർ 1:2 കിട്ടി. അപ്പൊ നോക്കി, ഇതിൽ നമ്മൾ ഇത്രയും ഈ ഒരു സ്റ്റെപ്പ്, ദെൻ ഇത്ര ചിലപ്പോൾ വലിയ സംഖ്യകളാണെങ്കിൽ, ഗുണിക്കാൻ വലിയ സംഖ്യകളാണെങ്കിൽ നമുക്ക് അത്രയും സ്റ്റെപ്പുകൾ എഴുതേണ്ടി വരും. ഇതാണ് നോർമൽ മെത്തേഡ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്കിനി അലിഗേഷൻ എന്താണെന്ന് നോക്കാം. അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ആദ്യത്തെ ക്ലാസിന്റെ ആവറേജ് വെയിറ്റ് എഴുതും, 15 കിലോഗ്രാം. ഇനി രണ്ടാമത്തെ ക്ലാസിന്റെ ആവറേജ് വെയിറ്റ് എഴുതുമ്പോൾ 30 കിലോഗ്രാം. ഇനി രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ രണ്ട് വര കൊടുത്തിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ളത് എത്രയായിരുന്നു? 25 എന്നിവിടെ എഴുതും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇവിടെ ഇപ്പൊ ആവറേജ് എടുത്തെങ്കിൽ ഇവിടെ ആവറേജ് തന്നെ എടുക്കണം. അല്ല ഇവിടെ ആവറേജും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ തെറ്റ് വരും. അപ്പൊ ഈ മൂന്ന് ക്വാണ്ടിറ്റീസും സെയിം തന്നെ ആയിരിക്കണം. ഒന്ന്, പിന്നീട് എപ്പോഴും ഇവിടെ ഈ നടുക്ക് വരുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എപ്പോഴും 15-ന് 30. അതായത് ഇവിടെ വരുന്ന രണ്ടുപേരുടെ വാല്യൂന്റെ ഇടയ്ക്കുള്ള ഈ വാല്യൂ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റാണ്. അതായത് ഇപ്പം ഈ ഒരു കേസിൽ 15-നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 30-നേക്കാൾ വലിയതോ ആയ ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പൊ 15, 30, 25 വരെ എഴുതി. ഇനി ഇതിലെ വലിയ സംഖ്യ ഏതാണ്? 30. ആ 30-ൽ നിന്ന് 25 കുറച്ചിട്ട് ഇങ്ങോട്ടൊരു വര കൊടുത്ത് ഇവിടെ എഴുതാം. 30-ന് 25 കുറച്ചാൽ 5. ഇനി ഇവിടെ 25-ന് 15 കുറച്ചിട്ട് എത്ര? 25, 15 കുറച്ചാൽ 10. എന്നിട്ട് ഇതിനെ റേഷ്യോ എടുത്താൽ 5, 10 കിട്ടി. എന്റെ റേഷ്യോ 1:2. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ടുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇവിടെ വരുന്ന വാല്യൂ, ഇവിടെ വരുന്ന വാല്യൂ, ഇവിടെ വരുന്ന വാല്യൂ മൂന്നും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇപ്പൊ ആവറേജ് ആണെങ്കിൽ എല്ലാവരും ആവറേജ് തന്നെ എടുക്കണം. നമ്മളിനി പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് പ്രോഫിറ്റ് ആണ് എടുക്കുന്നത്, പ്രോഫിറ്റ് തന്നെ എടുക്കുക. അതല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് അലിഗേറ്റ് ചെയ്ത് കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് ചെയ്യുക. അല്ല കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വെച്ചാൽ തെറ്റും. അത് നമുക്ക് ക്വസ്റ്റ്യൻ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ ഇത് മനസ്സിലായി, ഇത് നോർമൽ മെത്തേഡ്. ഇതാണ് നോർമൽ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അലിഗേഷന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നോർമലി ചെയ്യാം. പക്ഷെ അത് വലിയ സ്റ്റെപ്പുകളും വലിയ മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കി ഡൗട്ടുകൾ അപ്പോൾ ക്ലിയർ ആവും. ദ ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് ഈസ് 60 കിലോഗ്രാം. നമുക്ക് പറയാം, ഇപ്പൊ ബോയ്സ് എന്നുള്ളടത്ത് ഞാൻ
ഇവിടെ 60 കിലോഗ്രാം ബോയ്സ് എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അടുത്ത ഇവിടെ ഗേൾസിൻ്റെത് 30 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ രണ്ടിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ളതായിരിക്കും നടുക്ക് എഴുതുന്നത്. എത്രയാണ് കമ്പൈൻഡ് ആയിട്ടുള്ളത്? 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചെയ്യാം. നമുക്കറിയാം വലിയ സംഖ്യ എന്നാണ് ചെറിയത് കുറയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ 30 50 കുറച്ചിട്ട് ഇവിടെ നിന്ന് എഴുതി വെക്കുക, അത് തെറ്റാണ്. അപ്പൊ വലിയ സംഖ്യ 60 50 കുറച്ചിട്ട് അത് 10 ഇവിടെ എഴുതണം. ഇനി 50 നിന്നാണ് 30 കുറയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഡയറക്ഷൻ വരച്ചത് യൂണി ഡയറക്ഷൻ എന്ന് പറയും. ഇവിടെ വലുതിൽ നിന്ന് ഇത് കുറച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. 50 നിന്ന് 30 കുറച്ചാൽ 20. ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ആവറേജ് ആണ് എടുത്തത്. നമുക്ക് എപ്പോഴും അലിഗേറ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് കിട്ടുന്ന റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ അലിഗേറ്റ് ചെയ്യാനെടുത്ത ക്വാണ്ടിറ്റി ഏതാണോ അതിന്റെ ബേസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താ ബേസ് ക്വാണ്ടിറ്റി? അതായത് ഇവിടെ നമ്മൾ ആവറേജ് എടുത്തല്ലേ അലിഗേറ്റ് ചെയ്തത്. ആവറേജ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഞാൻ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ, ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ. ഇവിടെ വെയിറ്റ് അല്ലേ, അപ്പൊ ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കത്തില്ലേ താഴെ വരുന്നത്. ഇവിടെ രണ്ടിടത്തും ആ താഴെ വരുന്നതിനെയാണ് ഞാൻ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ കേസിൽ. അപ്പം ഇത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസും. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഇത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിന്റെ റേഷ്യോ, ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസിന്റെ റേഷ്യോ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഏത് ക്വാണ്ടിറ്റി എടുത്താണോ അലിഗേറ്റ് ചെയ്യുന്നത് അതിന്റെ ബേസ് ക്വാണ്ടിറ്റി എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കിട്ടിയിരിക്കുന്നത് എനിക്ക് ബോയ്സിന്റെ റേഷ്യോ 2 എന്നും ഗേൾസിന്റെ റേഷ്യോ 1 എന്നുമാണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് പറഞ്ഞിട്ടുണ്ട്. 2ന്റെ റേഷ്യോയുടെ സ്ഥാനത്ത് കറക്റ്റ് നമ്പർ 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 എന്ന് പറയുന്ന റേഷ്യോയുടെ സ്ഥാനത്ത് 20 ആണെങ്കിൽ രണ്ടിനെ 20 ആക്കണ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ 1ന് പകരം ഏത് നമ്പർ വരും? 1നെയും 10 കൊണ്ട് ഗുണിക്കണം, എത്ര വരും? 10 വരും. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഫൈനലി കിട്ടുന്നത്, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആവറേജ് എടുത്തപ്പോ അലിഗേറ്റ് ചെയ്യുന്ന കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ആയിരിക്കും റേഷ്യോ. ഇവിടെ നമ്മൾക്ക് ബോയ്സും ഗേൾസും ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണം തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് there are 20 ബോയ്സ് ആൻഡ് 10 ഗേൾസ്. ഇവിടെ നമ്പർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് ഓഫ് ദ ക്ലാസ് ഈസ് 50 kg. If the average weight of boys is 60 kg, find the average weight of girls. Okay. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ആവറേജ് വെയിറ്റ് ഓഫ് ദ ഹോൾ ക്ലാസ് വന്നു നമ്പർ എന്ന് വെച്ചാൽ നടുക്ക് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ്, അപ്പൊ നമുക്ക് ബോയ്സും ഗേൾസും മുമ്പേ പറഞ്ഞെങ്കിൽ രണ്ടായിട്ട് കൊടുക്കാം. അപ്പൊ ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സ് പറഞ്ഞിട്ടുണ്ട് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് ഓഫ് ഗേൾസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് അറിയത്തില്ല, അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഇനി നമ്മളുടെ കറക്റ്റ് റൂൾ പ്രകാരം നമ്മൾ ഇനി എന്ത് ചെയ്യും? 60 നിന്ന് 50 കുറയ്ക്കും, 10 ഇവിടെ എഴുതും. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് കുറയ്ക്കാൻ ഒരു നമ്പർ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ നമ്പർ ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇവിടുത്തെ നമ്പർ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്ഷെ ഇവിടെ ഇൻ എ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് there are 20 ബോയ്സ് ആൻഡ് 10 ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ബോയ്സിന്റെ ഗേൾസിന്റെ എണ്ണം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾക്കറിയാം ആവറേജിനെ അടുത്താണ് നമ്മളിവിടെ അലിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ആവറേജുകളെ എടുത്ത് അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല, ഫൈനലി കിട്ടുന്ന റേഷ്യോ എന്ത് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, ആ ടോട്ടൽ ബോയ്സിന്റെ ടോട്ടൽ ഗേൾസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ ആണ്. അപ്പം ഇവിടെ 10ന്റെ സ്ഥാനത്ത് കറക്റ്റ് വാല്യൂ എത്ര പറഞ്ഞു? 10 ഗേൾസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10ന്റെ സ്ഥാനത്ത് 10 ആണ് ഇവിടെ അപ്പൊ എത്രയായിരിക്കും? അതായത് ബോയ്സിന്റെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 20 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നീ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നമ്മളിവിടെ 60 നിന്ന് 50 കുറച്ച് ഇവിടെ 10 എന്നല്ലേ എഴുതിയത്. അതേപോലെ 50 നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുമ്പോഴാണ് ഇവിടെ ഈ 20 കിട്ടുന്നത്. 50 നിന്ന് എത്ര കുറച്ചാലാണ് 20 കിട്ടുന്നത്? 30 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണേ 50 നിന്ന് ഈ 20 കുറയ്ക്കുമ്പോൾ 30 കിട്ടും. ഞാൻ കറക്റ്റ് ലോജിക്കലി പറഞ്ഞതാണ്. അതായത് 60 നിന്ന് 50 കുറയ്ക്കുമ്പോൾ 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 നിന്ന് ഇവിടുത്തെ ഒരു സംഖ്യ കുറച്ചപ്പോഴാണ് നമുക്ക് ഈ 20 കിട്ടിയത്. അപ്പൊ 50 നിന്ന് എത്ര കുറച്ചാലാണ് 20 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആവറേജ് ഓഫ് ഗേൾസ് കറക്റ്റ് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഈസ് 1:2. ഇവിടെ റേഷ്യോ വന്നിട്ടുണ്ട്. ഓക്കെ,
ഇഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ബോയ്സ്, ബോയ്സിന്റെ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട് 30, ആൻഡ് ആവറേജ് വെയിറ്റ് ഓഫ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ ഗേൾസിന്റെ തന്നിട്ടില്ല ഇവിടെ. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ളത് 25 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുക? ദെൻ ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ഗേൾസ്, ഗേൾസിന്റെ ആവറേജ് വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 30 25 കുറച്ചാൽ ഇവിടെ 5 കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോ പറയാം. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ്. ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ഇവർ പറഞ്ഞിട്ടുണ്ട് 1:2. ഇങ്ങനെയാണ് അവര് ബോയ്സും ഗേൾസും എന്ന് പറഞ്ഞിട്ട് ഇവര് റേഷ്യോ വന്നിരിക്കുന്ന ഗേൾസ് ടു ബോയ്സ് ആണ്. അപ്പൊ എഴുതുമ്പോൾ ഇവിടെ 1 2 എന്ന് എഴുതി തെറ്റിക്കരുത്. ഈ ഗേൾസിന്റെ സ്ഥാനത്ത് 1 2. അപ്പൊ ഇവിടെ ഫൈനലി കിട്ടുന്ന നമ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് റേഷ്യോ കിട്ടുമ്പോൾ 1:2 അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 1ന്റെ പൊസിഷനിൽ 5. അപ്പൊ 1നോട് ഇക്വലന്റ് ആയിട്ട് 5. അപ്പൊ 2നോട്ട് ഇക്വലന്റ് ആയിട്ട് ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? 10 വരുന്നത്. അപ്പോ 25 നിന്നും 30 25 കുറച്ചപ്പോ 5. പിന്നെ 25 എത്ര കുറച്ചാലാണ് 10 കിട്ടുന്നത്? 25 15 കുറയ്ക്കുമ്പോഴല്ലേ 10 കിട്ടുന്നത്? അതല്ല, എനിക്ക് 25 10 ഡയറക്റ്റ് കുറച്ചാൽ ഇവിടുത്തെ നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഗേൾസിന്റെ ആവറേജ് ആയിട്ട് ഗേൾസ് അല്ലേ കണ്ടുപിടിക്കുന്നത്. എത്ര കിട്ടി? 15 കിലോഗ്രാം. ഇപ്പൊ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് വെയിറ്റ് ഓഫ് ക്ലാസ് ഓഫ് 200 സ്റ്റുഡൻസ്, ടോട്ടൽ 200 സ്റ്റുഡൻസ് ഈസ് 60 kg. ടോട്ടൽ ആണ് പറഞ്ഞത്. ആൻഡ് എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ് ഈസ് 30 kg. ഓക്കെ, ഫൈൻ ദ ഓക്കെ. അപ്പോ ഇവിടെ ഒരു ക്ലാസ്, അതായത് മൊത്തം 200 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസിന്റെ ആവറേജ് 60, പിന്നീട് 100 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസിന്റെ ആവറേജ് 30. അപ്പൊ ആവറേജ്, കമ്പൈൻഡ് ആവറേജ് നമുക്ക് വേണം ബോത്ത്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടുത്തെ നമ്പർ ഇവിടെ ആണ് ഇവിടുത്തെ അറിയാത്തത്. അപ്പൊ ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ ചുമ്മാ അറിയാം, ഇവര് രണ്ടുപേരെ നടക്കും. ഞാൻ ഇവിടെ ഇപ്പൊ 50 ചുമ്മാ പറയും. 50 60 50 കുറച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതത്തില്ലയോ? എന്നിട്ട് 50 30 കുറച്ച് ഇവിടെ എഴുതത്തില്ലയോ? അപ്പോഴുള്ള റേഷ്യോ എന്താണ് കിട്ടുന്നത്? ആ റേഷ്യോയിലെ ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ റേഷ്യോ ഞാൻ തുടക്കം പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ 200ന്റെയും 100ന്റെയും റേഷ്യോയിലായിരിക്കും നമുക്ക് ഇവിടുത്തെ കിട്ടുക. 200ന്റെ 100ന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ഉണ്ട്. ഇനി ഇവിടെയുള്ള ഒരു പ്രശ്നമാണ്, ഈ 2ന്റെ 1ന്റെ റേഷ്യോയിലുള്ള ഏത് നമ്പരും വരാം. ഇവിടെ ചില 4:2 വേണേ വരാം, അല്ലെ 2:1 വരാം, അങ്ങനെ 6:3 വരാം, എന്തും വരാം. പക്ഷെ നമ്മൾ അത് കറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതിനുള്ള ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. പോലെ ശ്രദ്ധിക്കുക. ഈ 60 30 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 30 യൂണിറ്റ് ആണ്. ഈ 30 യൂണിറ്റിനെ എനിക്ക് ഈ റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്നാണ് ഇതിന്റെ മെയിൻ. ഈ 30നെ ഈ റേഷ്യോയിൽ കട്ട് ചെയ്യണം. 30നെ 2:1 എന്ന് വെച്ചാൽ 3 റേഷ്യോ ആയിട്ട് കട്ട് ചെയ്യണം. 3ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് എത്ര വീതം വരും? 10 യൂണിറ്റ് വീതം വരും. അപ്പൊ ഈ 2 യൂണിറ്റിന്റെ സ്ഥാനത്ത് 20, 1 യൂണിറ്റിന്റെ സ്ഥാനത്ത് 10 വരും. അതായത് 2 യൂണിറ്റിന്റെ സ്ഥാനത്ത് 20, 1 യൂണിറ്റിന്റെ സ്ഥാനത്ത് 10. ഇനി ശ്രദ്ധിക്കുക, 60ന്ന് എത്ര കുറച്ചാലാണ് 10 കിട്ടുന്നത്? 50 ആയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ ഇനി 50ന്ന് 30 കുറച്ചപ്പോ 20. ഓക്കെ, അപ്പൊ നടുക്കത്തെ നമ്പർ സെറ്റായി. 50 ആയിരിക്കും ഇവരുടെ കമ്പൈൻഡ് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ 50. അപ്പൊ ഈ ഒരു മെത്തേഡ് ശ്രദ്ധിച്ചോണേ. ഇവിടെ വരുന്ന നമുക്ക് ഇതിലേക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം ഇവിടെ ഞാൻ പറയാം, എന്നിട്ട് പഴയ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. 60 30 ഈ നമ്പർ ആയിരുന്നു അറിഞ്ഞുകൂടാത്തത്. ഇപ്പൊ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ആവറേജ് എടുത്ത് നമ്മൾ അലിഗേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ഫൈനലി കിട്ടുന്ന രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ആയിരിക്കും. അപ്പൊ 200 100ന്റെ റേഷ്യോ എടുത്ത് 2:1. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി 60 30 തമ്മിലുള്ള ഡിഫറൻസ് 30 യൂണിറ്റ് ആണ്. ആ 30 യൂണിറ്റിനെ ഈ റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പോവാൻ 2:1 എന്ന റിലേഷൻ. അപ്പൊ 20യും 10 എന്ന് പറയും. അത് വെച്ചപ്പോ എനിക്ക് കറക്റ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കിയേ. അപ്പൊ 30 15. എനിക്കിപ്പോ ഈ നടുക്കത്തെ നമ്പർ അറിയില്ല എന്ന് കരുത്. എനിക്ക് ഈ റേഷ്യോ മാത്രമേ അറിയത്തുള്ളൂ എന്ന് കരുതും. നമുക്ക് ഇവിടെ ഈ കേസിൽ ഇത് അറിയായിരുന്നു, ഇതായിരുന്നു അറിഞ്ഞുകൂടാത്തത്. നിങ്ങളിപ്പോ കരുതും 30 15 അറിയാം, ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ റേഷ്യോ എനിക്കറിയാം. 30 15 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 15 യൂണിറ്റ്. 15 യൂണിറ്റ് എത്ര ആയിട്ട്? 3 യൂണിറ്റുകളായിട്ട് കട്ട് ചെയ്യണം. അപ്പൊ 15നെ 3ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റ് എത്ര വീതം വരും? 5 വീതം വരും. അപ്പൊ ഇവിടെ 2ന്റെ സ്ഥാനത്ത് 10, 1ന്റെ സ്ഥാനത്ത് 5. കറക്റ്റ് ആയില്ലേ? അതേപോലെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും നിങ്ങൾക്ക് അത് കറക്റ്റ് കാണാൻ പറ്റും. ഒരു സിമ്പിൾ മെത്തേഡാണ് നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും ചെയ്തു, ബേസിക് ആയിട്ടുള്ള അലിഗേഷന്റെ ടെക്നിക്കും പഠിച്ചു.
ഉം. ഇനി ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ്. 40 സ്റ്റുഡൻസിന്റെ ആവറേജ് 30 കിലോഗ്രാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ്. 20 സ്റ്റുഡൻസിന്റെ ആവറേജ് 15ആണ്. അതിന്റെ ആവറേജ് രണ്ട് ക്ലാസ്സിന്റെ മുമ്പേ ചെയ്തതുപോലെ തന്നെയുള്ള. അപ്പൊ ഇവിടെ ഈ നടുക്കത്തെ സംഖ്യയാണ് അറിഞ്ഞുകൂടാത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടും, ഇവിടെ ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടും. ആ രണ്ട് നമ്പറിന്റെ റേഷ്യോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോക്ക് തുല്യമായിരിക്കും? ഈ സ്റ്റുഡൻസിന്റെ റേഷ്യോക്ക് തുല്യമായിരിക്കും. സ്റ്റുഡൻസിന്റെ റേഷ്യോ എത്രയാ? 40യും 30 അല്ലേ? സോറി, 40 സ്റ്റുഡൻസിന്റെ 30 കിലോ ആവറേജ് വെയിറ്റ് ഓഫ് ക്ലാസ് 20. 40യും 20 ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇതിന്റെ റേഷ്യോ എടുത്താൽ എത്രയാണ്? 4:2 അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, 2:1, അതായത് 30ഉം 15ഉം നമ്മൾ ഡിഫറൻസ് നോക്കണം. 15 യൂണിറ്റ് ആണ്. 15 യൂണിറ്റിനെ എത്ര റേഷ്യോയിൽ കട്ട് ചെയ്യണം? 2:1 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. മീൻ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. അപ്പൊ അതായത് മൊത്തം 3ആയിട്ട് മുറിക്കണമെന്ന്. 15നെ 3ആയിട്ട് മുറിക്കുമ്പോൾ ഓരോന്ന് 5 വീതം വരും. അപ്പൊ 2ന്റെ സ്ഥാനത്ത് ഇത്രയായിരിക്കും വരുന്നത് 10ഉം 1ന്റെ സ്ഥാനത്ത് ഇത്രയായിരിക്കും വരുന്നത് 5. ഇനി നോക്കാം, 30ന് എത്ര കുറച്ചാൽ 5 കിട്ടും? 30ന് 25 കുറച്ചാലാണ് 5 കിട്ടുന്നത്. 25ന് 15 കുറച്ചാൽ 10 കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 25ആണ്. അപ്പൊ ഇവിടെ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്പേഴ്സ് എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടത്. അതായത് ഇതിലെല്ലാത്തിലും ആ മിസ്സിംഗ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ കേസിൽ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് ഏതെങ്കിലും ഒന്ന് തരത്തില്ല, പിന്നീട് നടുക്കത്തെ നമ്പർ തരത്തില്ല. അപ്പൊ ഈ ടൈപ്പുകളെല്ലാം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, how many kilograms of sugar worth rupees 3.6 per kilogram? 3.6 per kilogram should be mixed with 8 kilogram of sugar worth rupees 4.220 per kilogram, so that the by selling the mixture at rupees 4.40 per kg, there may be a gain of 10%. Okay, ശ്രദ്ധിക്കാം. How many kilograms of sugar worth rupees 3.6 per kg? ഒരു കിലോഗ്രാമിന്, അതായത് ഒരു കിലോഗ്രാമിന് എത്ര രൂപയാണ്? 3.6 ഉള്ള ഒരു ടൈപ്പ് ഷുഗർ ഉണ്ട്. അതേപോലെ വേറൊരു ടൈപ്പ് ഷുഗർ ഉണ്ട്, ഒരു കിലോഗ്രാമിന് 4.2. നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെയല്ലേ ഇപ്പൊ ഷുഗർ, പഞ്ചസാരയൊക്കെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. ഒന്ന് ഒരു കിലോയ്ക്ക് 3.6 രൂപയും വേറെ ടൈപ്പ് ഷുഗറിനും 4.2 രൂപയാണ്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇനി 4.2 കിലോഗ്രാം ഉള്ള ഷുഗറിന്റെ അളവുണ്ട് മൊത്തം അത് 8 കിലോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഈ രണ്ട് ഷുഗർ കൂടെ മിക്സ് ചെയ്യാൻ പോവാം. സച്ച് ദാറ്റ് ദ മിക്സ്ചർ, സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് rupees 4.40 per kg, there may be gain. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ 4.4 രൂപയ്ക്ക്, ഒരു കിലോഗ്രാം 4.4 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ 10% ലാഭം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 4.4 നിങ്ങളിപ്പോ കരുതും 3.6, 4.2, നടുക്ക് 4.4. അത് എഴുതിയാൽ ശരിയാവൂ? തെറ്റാ. കാര്യം എന്താ? ഞാൻ പറഞ്ഞു ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ തന്നെ വേണം. ഒന്നാമത് തെറ്റ അതുകൊണ്ട് മാത്രമല്ല, ഇത് രണ്ടും ഇതിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലേ? അതായത് ഈ പഞ്ചസാരയുടെ വിലയല്ലേ, അതിനായ വിലയല്ലേ, ഇതും കോസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പൊ അലിഗേറ്റ് ചെയ്ത് നടുക്ക് കിട്ടേണ്ട ആളും എന്തായിരിക്കണം? കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ഒരേ യൂണിറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്? ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഈ സെല്ലിംഗ് പ്രൈസ് ചെയ്യുന്ന എനിക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ 10% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10% എന്ന് വെച്ചാൽ 10/100 വിച്ച് ഈസ് 1/10 വരും. എന്ന് വെച്ചാൽ 10 രൂപയുടെ സാധനമാണെങ്കിൽ 1 രൂപ ലാഭം ഇവിടെ ചേർത്ത് ഞാൻ 11 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഈ 11ന്റെ സ്ഥാനത്തുള്ളതാണ് 4.4 എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 10ന്റെ സ്ഥാനത്ത് എത്ര വരും? 4 രൂപ അല്ലേ? 11നെ എങ്ങനെയാണ് 4.4 ആക്കുന്നത്? 0.4 കൊണ്ട് ഗുണിക്കും അല്ലേ? 0.4 കൊണ്ട് ഗുണിച്ചാൽ 11നെ 4 കൊണ്ട് ഗുണിച്ചാൽ 47, എന്നിട്ട് 4.4 ഉണ്ട്. ആ 0.4 കൊണ്ട് തന്നെ ഇവിടെ ഗുണിച്ചാൽ മതി. 10നെ 4 കൊണ്ട് ഗുണിച്ചാൽ 40, പോയിന്റ് കൊടുക്കുമ്പോൾ 4.0, അതാണ് 4. അപ്പൊ ഈ
ഇവിടെ എഴുതേണ്ടത് 4 രൂപയാണ് അടുത്ത്. ഇനി 4 രൂപയിൽ നിന്ന് 3.6 രൂപ കുറച്ച് അപ്പൊ 0.4 രൂപ കിട്ടും. ഇനി 4 രൂപ 4.2 രൂപയിൽ നിന്ന് 4 രൂപ കുറച്ചാൽ 0.2 എന്ന് കിട്ടും. ഈ 0.2ന്റെ 0.4ന്റെ റേഷ്യോ എത്ര? രണ്ടും പോയിന്റ് അങ്ങ് വെട്ടിക്കളയുക, 2:4 എന്ന് വരും. 2:4 എന്ന് എടുക്കാം. അതായത് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 2ഉം 4ഉം ആവത്തില്ലേ? അപ്പോൾ 2ഉം 4ഉം എഴുതി വീണ്ടും അതിനെ കട്ട് ചെയ്യുമ്പോൾ 1:2 എന്ന് കിട്ടി. അപ്പൊ 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇവർ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോഴും ആൻസർ ആയിട്ടില്ല. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എനിക്കിപ്പോ 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഞാൻ എടുത്തു. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ അലിഗേറ്റ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ കോസ്റ്റ് പ്രൈസ് കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് മൊത്തം ഉണ്ടോ അതനുസരിച്ചായിരിക്കും. ഇപ്പൊ നമുക്കിവിടെ ഈ 3.6 പെർ കിലോഗ്രാം ഷുഡ് ബി മിക്സ്ഡ് വിത്ത് ഇത് ഈ 4.2 വിലയുള്ള സാധനം ഉണ്ടല്ലോ, അത് എത്ര എടുത്തെന്ന് പറഞ്ഞു? 8 കിലോഗ്രാം. അതായത് 2 യൂണിറ്റിന്റെ ഭാഗത്താണ് 8 കിലോഗ്രാം വന്നത്. അപ്പൊ 1 യൂണിറ്റിന്റെ ഭാഗത്ത് എത്ര വരും? അപ്പൊ ഇത് എത്ര ആയിരിക്കും എടുക്കേണ്ടത്? 4 കിലോഗ്രാം ആയിരിക്കും എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ ക്വാണ്ടിറ്റി ഏതാ? ഇത് 8 കിലോഗ്രാം മൊത്തം എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ എടുക്കുന്ന ക്വാണ്ടിറ്റികളുടെ ബേസ് എന്താണോ അതിന്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ 2 എന്ന് പറയുന്ന യൂണിറ്റിന്റെ സ്ഥാനത്താണ് 8 കിലോഗ്രാം കിട്ടിയത്. ഈ 1 എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് 4 കിലോഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In what ratio should water be mixed with soda costing ₹12 per liter so as to make a profit of 25% by selling the diluted liquid at ₹13.75 per liter? ഏത് റേഷ്യോയിലാണ് വാട്ടറും സോഡയോടെ മിക്സ് ചെയ്യുന്നത്? വാട്ടറും സോഡയോടെ മിക്സ് ചെയ്തിട്ട് അതിനെ ഡൈല്യൂട്ടഡ് ലിക്വിഡ് ആയിട്ട് 13.75 പെർ ലിറ്റർ എന്നുള്ള വിലയ്ക്ക് വിൽക്കുകയാണ്. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ് എല്ലാം ആക്കേണ്ടത്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 13.75 എന്നാണ് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടറിന്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല. ഇവിടെ വാട്ടറിന്റെ പ്രൈസ് 0 എന്നാണ് എടുക്കേണ്ടത്. നമുക്കറിയാം ഇപ്പൊ പുറത്തു പോയി വെള്ളം മേടിക്കണമെങ്കിൽ ഒരു കുപ്പി വെള്ളത്തിന് 15-20 രൂപയൊക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ വാട്ടർ ഫ്രീ ഓഫ് കോസ്റ്റ്, നമുക്കിപ്പം പാലിലൊക്കെ വെള്ളം ചേർക്കുന്നവരല്ല മായമൊക്കെ ചേർക്കുന്നവര് അല്ലെ ഡൈല്യൂട്ട് ഒക്കെ ചെയ്യുന്നവര് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന വെള്ളമായിരിക്കും സാധാരണ കിട്ടുന്നത്. അതായത് ആ ഒരു ലോജിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വെള്ളത്തിന്റെ വില 0, അല്ല വെള്ളത്തിന് അവിടെ വിലയില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് സോഡയുടെ വില 12. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇത് രണ്ടും കോസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ ഇവിടെ 13.75 ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം നടുക്കുള്ള വരണം എന്ന് പറഞ്ഞു, അത് മാത്രമാണോ തെറ്റ്? അല്ല, കോസ്റ്റ് പ്രൈസ് ആക്കണം. അപ്പൊ 25% ലാഭം. 25% എന്ന് പറഞ്ഞാൽ എന്താ? 25/100 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 25/100 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 4 രൂപ ആയിരുന്നു ഈ സാധനത്തിന്റെ വിലയെങ്കിൽ 1 രൂപയുടെ ലാഭവും കൂടെ ചേർത്ത് 5 രൂപയ്ക്കായിരിക്കും ഞാൻ വിൽക്കുന്നത്. 5 രൂപയുടെ സ്ഥാനത്ത് 13.75 ആണെങ്കിൽ 4 രൂപയുടെ സ്ഥാനത്ത് എത്ര ആയിരിക്കും? ഇവിടെ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 13.75 കിട്ടും? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 13.75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2×5 10. പിന്നെ ഇവിടെ പിന്നെ പോയിന്റ് വരും. ഇപ്പൊ പോയിന്റ് ടു 10, 37, 7×5 35, 20. 2.75 ആയി ഒരു യൂണിറ്റ്. ഇപ്പൊ ഇവിടെ 4 യൂണിറ്റ് എത്ര വരും? 2.75നെ 4 കൊണ്ട് അങ്ങനെ ഗുണിക്കുന്നത്. ആദ്യം 4ഉം 2 കൂടെ ഗുണിക്കുക, 4ഉം 2 കൂടെ ഗുണിക്കുക 8. പിന്നെ 0.75 4 ഗുണിച്ചാൽ എത്ര കിട്ടും? 0.75ന്റെ ഡബിൾ എത്ര? 1.5. അതിന്റെ വീണ്ടും ഡബിൾ 3. അപ്പൊ ഓൾറെഡി ഒരു 8 ഉണ്ട്, പിന്നെ ഒരു 3 കൂടെ ആകുമ്പോൾ 11 കിട്ടി. ഇവിടെ നടുക്ക് 11 ആണ് എഴുതേണ്ടത്. ഓക്കെ ആണോ? ദെൻ 12ന്ന് 11 കുറച്ചാൽ 10, 11ന്ന് 0 കുറച്ചാൽ 11. സോറി, 12ന്ന് 11 കുറച്ചാൽ 10, 12ന്ന് 11 കുറച്ചാൽ 1. ദെൻ 11ന്ന് 0 കുറച്ചാൽ 1:11 ആയിരിക്കും റേഷ്യോ. ഈ റേഷ്യോയിലായിരിക്കും മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഈസ് 60 പെർ ലിറ്റർ. 60 രൂപയാണ് പ്രൈസ്. ആൻഡ് പ്രൈസ് ഓഫ് ഓയിൽ ഈസ് ₹40 പെർ ലിറ്റർ. ഒരു ലിറ്ററിന് 40 ആണ്. ഇൻ വാട്ട് റേഷ്യോ പെട്രോൾ ആൻഡ് ഓയിൽ will be mixed such that the profit after selling the mixture at ₹75 per liter be 25%. അതായത് 25% ലാഭം.
മുമ്പേ പറഞ്ഞത് 1/4 എന്ന് വെച്ചാൽ 4 രൂപയുടെ സാധനമാണ് 5 രൂപയ്ക്കായിരിക്കും വിൽക്കേണ്ടത്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് അതായത് 5-ന് പകരമുള്ള വിലയാണ് 75 എന്ന് പറഞ്ഞത്. 5-ന് പകരം 75 ആണെങ്കിൽ അത് എത്ര കൊണ്ടാ ഗുണിക്കേണ്ടത്? 5-നെ 15 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 75. അപ്പൊ 4-ന് പകരം എത്ര ആയിരിക്കും? 4-നെ 15 കൊണ്ട് ഗുണിക്കണം 60. അപ്പൊ 60 രൂപയുടെ സാധനമായിരിക്കും നമ്മൾ 75 രൂപ ഇരിക്കുമ്പോഴാണ് നമുക്ക് 25% ലാഭം കിട്ടുന്നത്. അപ്പൊ നടുക്കുള്ള വില ഇവിടെ എത്ര വരേണ്ടത്? 60 ആണ് വരേണ്ടത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് തന്നെ എല്ലായിടത്തും വരണമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ 60-ന്ന് 60 കുറച്ചാൽ ഇവിടെ 0, ഇവിടെ 20 കിട്ടും. അപ്പൊ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് റേഷ്യോ ആയിട്ട് എടുക്കാൻ പറ്റും. 20:0 എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണോ? അല്ല, ഇതൊരു റേഷ്യോ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അങ്ങനെ ഒരു മിക്സ്ചർ ഇസ് നോട്ട് പോസിബിൾ എന്നാണ്. അങ്ങനെ ഒരു മിക്സ്ചർ പോസിബിൾ അല്ല. സോ ഇതിന്റെ ആൻസർ അപ്പൊ സച്ച് എ മിക്സ്ചർ ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Okay, in the Delhi Zoo, there are deers and there are ducks. If the heads are counted, there are 180, while the legs are 448. What will be the number of deers in the zoo? Okay, ഡൽഹി സൂവിലെ കാര്യം പറയാം. ഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാനുകൾ, ഡക്ക് താറാവുകൾ. മാനുകൾക്ക് എത്ര? പിന്നെ പറഞ്ഞാൽ ഇത് ഹെഡ്സ് കൗണ്ട് ചെയ്യടെ. ഹെഡ്സ് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തലകൾ എന്ന് വെച്ചാൽ ഓരോ ജീവിക്ക് എന്തായാലും ഓരോ തല വീതമേ ഉള്ളേ. അപ്പൊ തലകൾ എന്ന് പറഞ്ഞാൽ എത്ര തലകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടോട്ടൽ അനിമൽസ് ആണ് അല്ലെ? ടോട്ടല് എത്ര ഉണ്ട്? ഇപ്പൊ 150 അനിമൽസ് ഉണ്ട്. ഓക്കെ, ഇനി ലെഗുകൾ എണ്ണിയപ്പോ 460. ഇപ്പൊ അതായത് ഇപ്പം ഡിയറിന് എത്ര ലെഗാ? ഡിയർ മാനിന് 4 കാലുകളുണ്ട്, ഡക്കിനോ 2 കാലുകൾ. അപ്പോ ഈ കാലുകളെല്ലാം മാത്രം എണ്ണിയപ്പോ 448 ഉണ്ട്. അങ്ങനെയാണ് വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഡിയേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ ടോട്ടൽ 180 പേരുണ്ടായി. ഈ 180 പേരും 180 ഡിയർ ആയിരുന്നെങ്കിലോ? ഡിയറിന് എത്ര കാല് വരും? 150 ഗുണം 4 എത്ര? 18 4 72 അല്ലേ? ഇപ്പൊ 720 കാലുകൾ വരത്തില്ലേ? ഓക്കെ ആണല്ല? അപ്പൊ നിങ്ങൾ കരുത് അതങ്ങനെ പറയാൻ പറ്റും. അതായത് ഞാൻ അസ്യൂം ചെയ്യാണ് മൊത്തം ഡിയേഴ്സ് ആയിരുന്നെങ്കിൽ 720 കാല് വന്നേനെ. ഇനി മൊത്തം ഡെക്സ് ആയിരുന്നെങ്കിൽ ഡിയേഴ്സ് ഇത് ഡെക്സ് ആയിരുന്നെങ്കിലോ, ഡക്കുകളായിരുന്നെങ്കിലോ 180 ഗുണം 2 360 കാലുകളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോ 720 360. എന്നാൽ ഇവരുടെ കറക്റ്റ് കാലുകളുടെ എണ്ണം ഇതാണോ? അല്ല. അപ്പൊ 720 360 അല്ല, കറക്റ്റ് കാലുകളുടെ എണ്ണം 448. ഇങ്ങനെ നമുക്ക് അലിഗേറ്റ് ചെയ്യാം. ഇതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ്. ഇനി ഒന്ന് കുറച്ച് 448 360 കുറച്ച് 100 വരത്തില്ല. 460 ആയിരുന്നെങ്കിലോ? 460-ന് 360 വർഷം 100 വന്നേനെ. അപ്പൊ 460 ഇല്ല, ഇത്ര 12 കൂടെ കുറവാണ്. അപ്പൊ 100-ന് 12 കുറയാണ്. അപ്പം 88 ആയിരിക്കും ആൻസർ. ഓ സോറി, 12 അല്ലല്ലോ. 48 88 അല്ല, 60. അതെ, 40 88 ആണ്. 360 കൂടെ 88 കൂട്ടുമ്പോഴേ 448. ഇനി 720 448 കുറ. അപ്പൊ 448 കൂടെ എത്ര കൂട്ടി 720 വരുമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൂടെ എഴുതുന്നത് സാധാരണ എഴുതി കുറയ്ക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ 448-ന്റെ കൂടെ ഒരു 52 കൂടെ കൂട്ടിയേ എത്രയായി? 500 ആയല്ലോ. പിന്നെ ഒരു 220 കൂടെ കൂട്ടിയപ്പോ ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് 272. ഓക്കെ, അപ്പോ ഇനി ഈ റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഒരു 2 4 8 ഇവിടെ 2, ഇവിടെ 6 4 24 32, 8 4 32. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 22-ന്റെ പാതി 11, ഇവിടെ 34. ഓക്കെ, ഇനി വേറെ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ഇവിടെ നമ്മൾ എടുത്തത് 720 മൊത്തം കാലുകൾ എന്നാണ്. ഒരു ജീവിയുടെ കാലുകൾ എന്ന് പറയുന്നത് ടോട്ടൽ എടുക്കുന്നത് വെച്ചാൽ ഇവിടെ അപ്പം ഇതിന്റെ ബേസ് എന്തായിരിക്കും? ടോട്ടൽ എത്ര ജീവികൾ, അതായത് ടോട്ടൽ എത്ര ഡക്സ് ഉണ്ടെന്നുള്ളത് ബേസ് ചെയ്തല്ലേ കാലുകൾ എണ്ണം പറയുന്നത്. ഇവിടുത്തെ ബേസ് ക്വാണ്ടിറ്റി ടോട്ടൽ ഡക്സിന്റെ എണ്ണം ആയിരിക്കും. അപ്പോൾ നമുക്ക് റേഷ്യോ പ്രകാരം 11 34 ആണ്
ടോട്ടൽ ഡിയറിന്റെ ടോട്ടൽ ഡക്സിന്റെയും കിട്ടും. അപ്പൊ ടോട്ടൽ 1136 കൂട്ടിയ ടോട്ടൽ 45 യൂണിറ്റ് ആണ് കിട്ടുന്നത്. 45 യൂണിറ്റ് ആണ് നമുക്ക് നമ്മളുടെ ഈ റേഷ്യോ പ്രകാരം ടോട്ടൽ ഡിയറും ടോട്ടൽ ഡക്സും കിട്ടുന്നത്. പക്ഷെ 45 പകരം കറക്റ്റ് വാല്യൂ എത്ര പറഞ്ഞു കിട്ടും? 180. അപ്പൊ 45 എത്ര കൊണ്ട് ഗുണിച്ചാൽ 180 45 2 കൊണ്ട് ഗുണിച്ചാൽ 90, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 180. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ ഇനിയപ്പോ നമുക്ക് ആരുടെ എണ്ണമാണ്? ഡിയേഴ്സിന്റെ എണ്ണമാണ് വരേണ്ടതെങ്കിൽ ഡിയേഴ്സ്. ഓക്കെ, ഡിയേഴ്സ്. അപ്പൊ 11 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 44 കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum of rupees 41 was divided among 50 students. If each boy got 90 paise and each girl got 65 paise, find number of words. Okay. ഓരോ ആൺകുട്ടിക്കും 90 പൈസയും ഓരോ പെൺകുട്ടിക്കും 65 പൈസയും അല്ലേ. അപ്പൊ ഞാൻ പറയുന്നു ടോട്ടൽ 50 സ്റ്റുഡൻസ്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ 50 കുട്ടികളും ബോയ്സ് ആയിരുന്നെങ്കിൽ 90 പൈസ വീതം 50 ബോയ്സിനും കൂടെ എത്ര കിട്ടും? 90 4500 പൈസ അല്ലേ. ഇനി 50 പേരും ഗേൾസ് ആയിരുന്നെങ്കിൽ 50 ഗുണം 65, അത്രയും പൈസ ആയിരിക്കും ഗേൾസിന് കിട്ടിയത്. 50 ഗുണം 65 എത്ര? 65-നെ 5 കൊണ്ട് ഗുണിക്കാം. 65-നെ 5 കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഗുണിക്കാം? 6 ഗുണം 5 30, 30 25, 60 ഗുണം 5 300, 5 ഗുണം 5 20, 325. അത് കഴിഞ്ഞിട്ടൊരു 0, 3250 എന്നാൽ ടോട്ടൽ എത്രയാ കറക്റ്റ് ആയിട്ട്? 41 റുപ്പീസ്. 41 റുപ്പീസ് എന്ന് വെച്ചാൽ 4100. ഓക്കെ, ഇനി കുറയ്ക്കാം. 4100 3250 കുറയ്ക്കുന്നത് എങ്ങനെ കുറയ്ക്കും? 250 750 കൂട്ടിയേ, അപ്പൊ 4000 ആവും. വീണ്ടും 100 കൂടെ കൂട്ടണം, അപ്പൊ 850. 4500 4400 100 കുറച്ചാൽ 400. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 85 40, 0 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 5 35 7 35 20 17 20 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ 4500 പൈസ പെർ ബോയ്സ്, ബോയ്സിന്റെ എണ്ണം പെർ ഗേൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത്. 1150 750 ക്യാൻസൽ ചെയ്തു. 85 വരെ 75. ഓ സോറി, നമ്മളിവിടെ എത്ര വെച്ചാൽ ക്യാൻസൽ ചെയ്ത? 5 കൊണ്ടല്ലേ. ഇവിടെ 8 17 8 സോറി, 17 8. ഇപ്പോൾ 17 8ന്റെ ടോട്ടൽ 25 ആണ് കിട്ടുന്നത് റേഷ്യോ പ്രകാരം. 25-ന് പകരം ടോട്ടൽ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. നമുക്കിവിടെ നമ്പർ ഓഫ് ബോയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബോയ്സ് ഇതല്ലേ ബോയ്സിന്റെ, ഇതല്ലേ ഗേൾസിന്റെ. അപ്പം ബോയ്സിന്റെ എണ്ണം 17 ഗുണം 2 34. ഓക്കെ ഓക്കെ, അടുത്ത നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എ കാർ ട്രാവൽ 20 കിലോമീറ്റർ പെർ അവർ, 20 കിലോമീറ്റർ പെർ അവർ സ്പീഡാണ്. ഫോർ 30 മിനിറ്റ് 30 മിനിറ്റ് പോയിട്ടുണ്ട്. ആൻഡ് അടുത്ത് പറയുന്ന എക്സ് കിലോമീറ്റർ പെർ അവർ ഫോർ 45 മിനിറ്റ്സ്. അപ്പൊ ഇത് രണ്ടുകൂടെ എടുത്താണ് അലിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ആവറേജ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള 14 എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സ്പീഡിന്റെ യൂണിറ്റ് ഞാൻ മുമ്പേ പറഞ്ഞ കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഞാൻ ഏത് യൂണിറ്റ് തന്നെയാണ് ഏത് ക്വാണ്ടിറ്റി ആണ് എടുത്ത് അലിഗേറ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് റേഷ്യോ കിട്ടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അപ്പൊ 20-ന് 14 കുറച്ച് 6, ഇവിടെ കുറയ്ക്കാൻ നമുക്ക് നമ്പർ അറിയത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തിന്റെ റേഷ്യോ ആയിരിക്കും? ഇവരുടെ ടൈമിന്റെ റേഷ്യോ ആയിരിക്കത്തില്ല. അതായത് ടൈമിന്റെ റേഷ്യോ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് 30 മിനിറ്റ് എന്നും ഇത് 45 മിനിറ്റ് എന്നുമാണ്. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 15 കൊണ്ട് ക്യാൻസൽ ചെയ്യും, 2 എന്നും 3 എന്നും കിട്ടത്തില്ലേ. അപ്പൊ 3യുടെ റേഷ്യോ ആണ്, 3യുടെ സ്ഥാനത്താണ് 6 കിട്ടിയത്. അപ്പൊ 2ന്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 3യുടെ സ്ഥാനത്ത് 6 കിട്ടണേ 2 കൊണ്ട് ഗുണിച്ചു. 2ന്റെ സ്ഥാനത്ത് അപ്പൊ 2 കൊണ്ട് ഗുണിച്ചാൽ 4. അപ്പൊ 14. ഇവിടെ 4 കിട്ടണമെങ്കിൽ ഇവിടെ 10 ആയിരിക്കും. 10 ആയിരിക്കും നമ്മളുടെ ആൻസർ. 14 10 ആണല്ലേ. 14 10 കുറച്ച് 4 കിട്ടും. 20 14 കുറച്ച് 6. ഓക്കെ ആണല്ലോ. അടുത്ത പെർസെന്റേജ് പ്രോബ്ലംസ്. Population of a town is
12,000 if number of male increases by 7% and females increase by 10%, then the population of town would increase by 9.5%. Find the difference between male to female. അപ്പോൾ ഒരു പോപ്പുലേഷൻ ടൗണിൽ 12,000 ഉണ്ട്. നമ്പർ ഓഫ് മെയിൽസ് ഇൻക്രീസസ് ബൈ നമ്പർ ഓഫ് മെയിൽസ് ഇൻക്രീസ് മെയിൽസ് 7% ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഫീമെയിൽസ് 10% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് ആയിട്ട് എത്ര ഇൻക്രീസ് ചെയ്യും? അതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള നടുക്ക് 9.5%. ഓക്കെ, അപ്പൊ 10 9 കുറച്ചാൽ 0.5ഉം 9 7 കുറച്ചാൽ 2.5. ഇതിന്റെ റേഷ്യോ ഒന്ന് എടുത്തേ. ഞാൻ മുമ്പേ പറഞ്ഞാണെങ്കിൽ പോയിന്റ് അങ്ങ് മാറ്റുക. 5 25 5 25 റേഷ്യോ എത്ര? 1 5. ഇതാണ് റേഷ്യോ കിട്ടുന്നത്. ഇതെന്താ റേഷ്യോ? മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ മെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ആണ് നമ്മൾ ക്വാണ്ടിറ്റി. മെയിൽസിന്റെ ഫീമെയിൽസിനെ ഇൻക്രീസ് ചെയ്യുന്ന പെർസെന്റേജ് അല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അതായത് മെയിൽസ് ഇത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയെന്ന് നമ്മൾ ഏത് ബേസിലായിരിക്കും പറയുന്നത്? ടോട്ടൽ എത്ര മെയിൽസ് ഉണ്ടോ അത് വെച്ചിട്ടായിരിക്കത്തില്ലേ? ഓക്കെ, അപ്പൊ ഇത് മെയിൽസിന്റെ ടോട്ടൽ നമ്പറിനെയും ഇത് ഫീമെയിൽസിന്റെ ടോട്ടൽ നമ്പറിനെയും ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 6 യൂണിറ്റ് ആയിരിക്കും ഫീമെയിൽസിന്റെയും മെയിൽസിന്റെ ടോട്ടൽ നമ്പർ. 6ന് പകരം ക്വസ്റ്റിന് 12 അതിന്റെ നമ്പർ 12,000 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 2,000 എന്ന് കിട്ടും. നമുക്കിനി എന്താ വേണ്ടത്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ മെയിലിന്റെ ഫീമെയിലിന്റെ ഡിഫറൻസ് 4 യൂണിറ്റ് അല്ലേ? അപ്പൊ 4 ഗുണം 2,000 8,000 ആയിരിക്കും ആൻസർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെയിറ്റ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 4:5. വെയിറ്റ് ഓഫ് എ ഇൻക്രീസ്, എയുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് 10% ആണെന്നും ബിയുടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് എ ആൻഡ് ബി രണ്ടുപേരുടെയും കൂടെ 15% കമ്പൈൻഡ് ആയിട്ട് കൂടി 82.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓക്കെ ആ ക്വാണ്ടിറ്റിയുടെ കറക്റ്റ് അളവും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹൗ മച്ച് പെർസെന്റ് ഇൻ ബീസ് വെയിറ്റ്, ബിയുടെ വെയിറ്റ് പെർസെന്റ് എത്ര കൂടിയെന്ന് മതി. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾറെഡി നമുക്ക് എയുടെയും ബിയുടെയും വെയിറ്റിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ലാസ്റ്റ് കുറയ്ക്കുമ്പോൾ 15-ന് 10 കുറച്ചാൽ 5 കിട്ടുമല്ലോ. ഇവിടുത്തെ നമ്പർ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഫൈനലി കിട്ടുന്ന റേഷ്യോ ആണ് ഇവൻ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന 4:5. അപ്പൊ ഇവിടെ 15-ന് 10 കുറച്ച് 5 കിട്ടി. ഇപ്പൊ ഇവിടെ 4 തന്നെ ആയിരുന്നു. 4 ആണെങ്കിൽ ഇവിടുത്തെ നമ്പർ 15-ന് 4 കുറച്ച് 11 ആണോ? അല്ല, 11 എഴുതുന്നത് 11-ന്റെ 10-ന്റെ നടുക്കുള്ള വാല്യൂ അല്ലേ? അത് തെറ്റാണ്. 15-ന്റെ ഇവിടെ 4 കൂട്ടി 19. അതായത് ഇവിടെ എന്താ പ്രശ്നം? 15-ന് 10 കുറച്ചാണ് ഇവിടെ 5 എഴുതിയത്. അപ്പൊ 19-ന് എത്ര കുറച്ചാൽ അതാണ് 4 കിട്ടുന്നതാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ 19%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത മിക്സ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. 2 varieties of sugar are mixed in the ratio 2:3. The price of the mixture is 360 rupees per kg. The price of variety having lower weight is rupees 300 per kg. Find the price of the other variety. Okay, രണ്ട് വെറൈറ്റി ഓഫ് ഷുഗർ ആണ് അവർ മിക്സ് ചെയ്ത റേഷ്യോ 2:3 ആണ്. ദ പ്രൈസ് ഓഫ് ദ മിക്സ്ചറിന്റെ അത് 360 ആണ്. അപ്പം മിക്സ്ചർ രണ്ടുകൂടെ മിക്സ് ചെയ്ത് 360. ഓക്കെ, ലോവർ വെയിറ്റ് ഉള്ളത് ലോവർ വെയിറ്റ് ഉള്ളതുണ്ട് 300. അപ്പൊ 300ഉം പിന്നീട് ഇവിടുത്തെ വേറെ ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 360-ന് 300 കുറച്ചാൽ ഇവിടെ 60. അപ്പൊ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അതിലെയും ഇത്രയും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവരുടെ റേഷ്യോ ആണ് 2:3. ഓക്കെ, വെയിറ്റ് ഈസ് rupees having lower weight. 2 varieties of sugar are mixed in the ratio 2:3. Okay, the price of the mixture is 360 and price of the variety having lower weight. വെയിറ്റ് കുറവുള്ളതിന്റെ ആണ് 300 per kg. അപ്പൊ ഓക്കെ, 2:3. അപ്പൊ 3യുടെ സ്ഥാനത്ത് 60 ആണ്, 2ന്റെ സ്ഥാനത്ത് 40 വന്നിട്ട് ഇവിടെ 400 ആയി. 400-ന് 360 കുറയ്ക്കുമ്പോഴാണ് ഇത്രയും. അപ്പൊ ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ അതർ വെറൈറ്റിയുടെ പ്രൈസ് 400 ആയി. അടുത്ത ക്വസ്റ്റ്യൻ. 2 varieties of milk with different prices is mixed in the ratio 2:3. The price of the first type of milk is 10 while the price of second type of milk is 15. രണ്ടും കൂടെ മിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓക്കെ, ദ ആവറേജ് പ്രൈസ്, അതായത് നടുക്ക് വരുന്നതിനാണ് ആവറേജ് പ്രൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ റേഷ്യോ കിട്ടും. ആ റേഷ്യോ അവർ പറഞ്ഞിട്ടുണ്ട് ഇത്ര 2:3 ആണ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 10ഉം 15ഉം തമ്മിൽ 5 യൂണിറ്റ് ആണുള്ളത്. 5 യൂണിറ്റ് 2:3 മൊത്തം 5 യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നും 1 യൂണിറ്റ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും ഇവിടെ 3 തന്നെ ആയിരിക്കും. 10ന്ന് 3 കൂട്ടി 13, 15ന്ന് 13 കുറച്ചാൽ 2. ഓക്കെ, ഇപ്പൊ 13 ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റേഷ്യോ water and wine in two different containers is 2:3 and 4:5. In what ratio we are required to mix the mixture of two containers in order to get the new mixture in which the ratio of water and wine be 5:7. Okay. വാട്ടറും വൈനും രണ്ട് കണ്ടെയ്നേഴ്സ്. നമുക്ക് എ എന്ന് പറയുന്ന കണ്ടെയ്നർ, ബി എന്ന് പറയുന്ന കണ്ടെയ്നറായിട്ട് സങ്കല്പിക്കാം. ഫസ്റ്റ് കണ്ടെയ്നർ 2:3 എന്നും 4:5 എന്നും ഉള്ള റേഷ്യോയിലാണ്. വാട്ടറും വൈനും ആണ്. വാട്ടർ, വൈൻ. ഓക്കെ, പിന്നെ വാട്ട് റേഷ്യോ മിക്സഡ് ന്യൂ മിക്സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ യൂണിറ്റ് ഓരോന്നും എടുത്ത് ഇപ്പൊ വാട്ടറിന്റെ ക്വാണ്ടിറ്റി വെച്ച് മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, വൈന് വെച്ചും ചെയ്യാം. ഞാൻ വാട്ടറിന്റെ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ അതേപോലെ വൈനിന്റെ വെച്ച് ഒന്ന് ചെയ്തു നോക്കണം. അതായത് ആദ്യത്തേതിൽ 4:5 അല്ലേ എന്ന് വെച്ചാൽ മൊത്തം 9 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 4 യൂണിറ്റ് വാട്ടർ എന്നല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കും. മൊത്തം 9 യൂണിറ്റ് ഉണ്ടെങ്കിൽ 4 യൂണിറ്റ് വാട്ടർ. അടുത്ത ബിയിലോ, സോറി, ആദ്യത്തേതിൽ 2:3 ആയിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇത് എയും ബിയും എടുത്തപ്പോ 2:3 ആയിരുന്നു, സോറി. അപ്പൊ 5 യൂണിറ്റില് 2 യൂണിറ്റ് എന്താണ്, വാട്ടർ. അടുത്തതിൽ 9 യൂണിറ്റിൽ 4 യൂണിറ്റ് എന്താണ്, വാട്ടർ. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോ എനിക്ക് റിസൾട്ട് ഇങ്ങനത്തെ 12, 5:7 ആണ്. 12ൽ 5 യൂണിറ്റ് എന്ത് ആയിരിക്കണം, അതില് വാട്ടർ ആയിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഇട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഇതിൽ ഇത് കുറയ്ക്കുന്ന പാടൊന്ന് ആലോചിച്ച് നോക്കെ. അപ്പൊ ആ കുറയ്ക്കാനും കൂട്ടാനും ഉള്ള പാട് അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇതിലെ ബേസ് ക്വാണ്ടിറ്റി 5, 9, 12. ഇതിന്റെയൊക്കെ LCM കണ്ടുപിടിച്ചാൽ മതി. 5ന്റെ 9ന്റെ 12ന്റെ LCM എത്രയാണെന്ന് അറിയാമോ? ചെയ്തു നോക്കാം. 5നെ ഫാക്ടറൈസ് ചെയ്താൽ 5:1, 9നെ ചെയ്താൽ 3², 12നെ ചെയ്യുമ്പോൾ 2² 4, 2² × 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ LCM കാണണമെങ്കിൽ 2² എന്തായാലും ഉണ്ട്. 3യുടെ ഹയസ്റ്റ് വേർ 3² ആണ്. 5 വരും. ഓക്കെ, 3² 9. 9 × 5 45. 45 × 4 എത്ര വരും? 40 × 4 160. 180 ആയിരിക്കും. ഇപ്പൊ 180 കൊണ്ട് നമുക്ക് മൊത്തത്തിൽ മൾട്ടിപ്ലൈ. എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ ഇതിനെ എല്ലാം ഒരു ഹോൾ നമ്പർ ആക്കാൻ പറ്റും. അതിനുവേണ്ടി മാത്രം. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3, 5, 15, 30, 36 ഉണ്ട്. ഇവിടെ 72 എന്നാവും നമ്പര്. ഇവിടെ 9, 20, 20, 4, 80 എന്നാവും നമ്പര്. ഇവിടെ 12, ഒരു 12, 12, 60, 60 5 പ്രാവശ്യം, സോറി, 15, 5, 75 എന്നാവും. 75 പോട്ടെ. അപ്പൊ 72, 80, 75. ഇനി അലിഗേറ്റ് ചെയ്യാമല്ലോ. 80ന്ന് 75 കുറച്ചാൽ 5. ഇനി 75ൽ നിന്ന് 72 കുറച്ചാൽ 3. 5:3 എന്ന് പറഞ്ഞ റേഷ്യോ കിട്ടി. അതുകൊണ്ട് ആൻസർ കിട്ടി. അപ്പൊ ആ റേഷ്യോയിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ റേഷ്യോ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ LCM കൊണ്ട് ഗുണിച്ചത് കേട്ടോ. അതല്ലാതെ ചില ക്വസ്റ്റ്യൻ ഇപ്പൊ അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും ലാസ്റ്റ് റേഷ്യോ എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ 2 vessels A and B and the ratio 4:3. ഓക്കെ, ഇത് മുമ്പ്. In what ratio the liquids in both the vessels be mixed to obtain new mixture in vessel C contain half milk and half water. ഇവിടെ ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ പപ്പാതി ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ തരും 1:1 അല്ലേ. ഇതാണ് പപ്പാതി. ഐ മീൻ പാതി ഉള്ളതിനെ ഹാഫ് ആയിട്ടുള്ളത് 1:1 ആണ് റേഷ്യോ. അപ്പോ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒന്ന് 7ൽ 4 ഉള്ളതും. നിങ്ങൾ ഇതേപോലെ മുമ്പത്തെ ക്വസ്റ്റ്യനില് വൈനിന്റെ ക്വാണ്ടിറ്റി, അതായത് 9ൽ ആദ്യത്തേല് 5ൽ 3ഉം ഇവിടെ 9ൽ 5ഉം എടുത്തിട്ട് ഇവിടെ 12ൽ 7ഉം എടുത്തൊന്ന് ചെയ്തു നോക്കണം. ഇത് തന്നെ റേഷ്യോ കിട്ടും. ഓക്കെ,
ഇവിടെ 7-4, ഇവിടെ 5-2, രണ്ടുകൂടെ മിക്സ് ചെയ്യുന്നു, 2-1, അതിലെ റേഷ്യോ 2-1 കിട്ടണം. ഓക്കെ അല്ലേ? 1:1 വെച്ചാൽ 2-1. ഇവിടെ നമുക്ക് LCM 2-ന്റെ 5-ന്റെ 7-ന്റെ LCM എത്ര ചെയ്ത് നോക്കണം? 70 ആയിരിക്കും. ഇത് വേറെ കോമൺ ഫാക്ടർ ഇല്ലല്ലോ, 70 ആയിരിക്കും. അപ്പൊ 70 കൊണ്ട് ഞാൻ ഗുണിക്കുകയാണ്. ഇവിടെ എത്ര കിട്ടും? 10 × 4 40 നമ്മളെ നമ്പർ. ഇത് മാറിയത് ഇവിടെ 14-5 70, 28 14 20, ഇവിടെ 35 28 35 കറക്റ്റ് എല്ലാം മെഡിക്കാലേ തന്നെയാണല്ലോ. 40-ന് 35 കുറച്ച് 5, 35-ന് 28 കുറച്ച് 7. സോ 7:5 ആയിരുന്നു ആൻസർ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ, അതായത് ഞാൻ പറഞ്ഞ മെത്തേഡ് സ്പീഡിലാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ മിക്കവാറുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റേ മെത്തേഡിലൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യും. ഓക്കെ, ദെൻ ബൈ.